നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും ലേഡീസ് ബാൻഡിലേക്ക് സ്വാഗതം. പിന്നണി ഗായികയും സംഗീത സംവിധായകയുമായ ഇന്ദുലേഖ വാര്യറാണ് ഇന്ന് നമ്മുടെ അതിഥിയായി എത്തിയിരിക്കുന്നത്. മകൻ സാരംഗുമൊത്തുള്ള വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഒപ്പം പുതിയ റാപ്പ് ഫ്രീഡം അത് മലയാളികൾ ഗംഭീരമായി സ്വീകരിച്ചും കഴിഞ്ഞു. അതിന്റെ വിശേഷങ്ങളും പങ്കുവയ്ക്കും. സ്വാഗതം ഇന്ദുലേഖ ലേഡീസ് ബാൻഡിലേക്ക്. ആദ്യം തന്നെ ഇന്ദുലേഖ എല്ലാവർക്കും സുപരിചിതയാണ്. പക്ഷെ ഇപ്പോ വൈറലായി നിൽക്കുന്നത് സാരംഗിന്റെ അമ്മ എന്നുള്ള നിലയിലാണ്. അപ്പോ പാരന്റിങ്ങിന് ഒരുപാട് മാതൃകകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. അതും ഇത്ര റീസെന്റ് ആയി അമ്മമാരായ പുതിയ അമ്മമാർ അവരിങ്ങനെ മാതൃകയാകുന്നു എന്നുള്ളത് വലിയ സന്തോഷം പകരുന്ന കാര്യമാണ്. കമന്റുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷം കിട്ടുന്നത്. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഈ പറഞ്ഞ പോലെ കമന്റ്സ് വായിക്കുമ്പോൾ ഒരു സന്തോഷം, അതൊരു വേറെ ലെവൽ സന്തോഷമാണ്. കാരണം ഞാൻ പരിചയിച്ചു പോകുന്ന കമന്റ് സെക്ഷൻ ഒന്നും ഇത് ഇങ്ങനെയല്ല. നമ്മൾ എന്ത് പോസ്റ്റ് ചെയ്താലും എന്തെങ്കിലുമൊക്കെ മോശമായിട്ടും നമ്മള് ഒരിക്കലും ചിന്തിക്കാത്ത പോലെയും ഒക്കെ കമന്റ് ചെയ്യുന്ന ആളുകളെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്, കുറച്ച് ഭാഗമെങ്കിലും. പക്ഷെ ഈ വീഡിയോസിന്റെ ഒക്കെ അടിയിൽ വളരെ വളരെ നല്ല നല്ല കമന്റുകൾ, കുറെ പേരുടെ ബാല്യകാലത്തേക്ക് പോയി കൂട്ടിക്കൊണ്ടുപോയി എന്ന് പറയുന്ന കമന്റുകൾ, ഗൃഹാതുരത്വം ഉണർത്തുന്ന ഒരുപാട് ഓർമ്മകളെ തന്നു എന്നുള്ള കമന്റുകൾ, ഒരുപാട് അംഗൻവാടി ടീച്ചർമാരുടെ കമന്റുകൾ, അങ്ങനെ കുറെ ഡോക്ടേഴ്സിന്റെ കമന്റ്സ്. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിക്കാത്ത ഒരു ലെവലിലേക്ക് അത് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം വളരെ സന്തോഷം, ഞാൻ പ്രതീക്ഷിക്കാതെ വന്നൊരു സന്തോഷമാണ്. അതെ, ഞാൻ ഏറ്റവും അപ്രീഷിയേറ്റ് ചെയ്യുന്നത് ഞാനൊരു അമ്മയാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ ഭക്ഷണം കഴിക്കുന്നില്ല, അല്ലെങ്കിൽ ടി-വിയുടെ മുമ്പിലിരുത്തി ഭക്ഷണം കൊടുക്കുന്നു, മൊബൈൽ ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നു, അപ്പോഴേ അവർ വാ തുറക്കുള്ളൂ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കുള്ളൂ എന്ന് പറയുന്ന അമ്മമാര് നിരവധി പേര് ഇപ്പോഴും ഉണ്ട്. പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്ന് ഒരു എഫേർട്ട് വേണം അതിന്, അവരെ എങ്ങനെ കഴിപ്പിക്കാം, ആ ഒരു പാരന്റിങ് രീതി ഉണ്ടല്ലോ. എങ്ങനെയാണ് അതിലേക്ക് ഇന്ദുലേഖ എത്തിയത്? ശീലങ്ങൾ തന്നെയാണ് കുട്ടികളുടെ എല്ലാം ബേസിക് ആയിട്ടുള്ള എന്തും നമ്മൾ ശീലിപ്പിക്കുന്നതാണല്ലോ കാര്യം. അവൻ ഇതുവരെ മൊബൈൽ ഫോൺ കണ്ടിട്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് ഞാൻ വളരെ പ്രൗഡായിട്ട് പറയുന്ന ഒരു കാര്യമാണ്. അവൻ സോളിഡ്സ് കഴിച്ചു തുടങ്ങിയ മുതൽ ഇന്ന് വരെ അവൻ മൊബൈൽ ഫോൺ കണ്ടിട്ട് ഇതുവരെ ഭക്ഷണം കഴിച്ചിട്ടില്ല. അത് അങ്ങനെ കഴിക്കാത്തോണ്ടാണ് ആ വീഡിയോസിലൊക്കെയും അവൻ അങ്ങനെ പേഷ്യന്റ് ആയിട്ട് ഇരിക്കുക, അതായത് വളരെ പേഷ്യൻസിൽ ഇരിക്കുന്നത്. അവൻ സ്ഥിരമായി മൊബൈൽ കണ്ടിട്ട് പിന്നെ പെട്ടെന്ന് ഒരു ദിവസം ഒരു വീഡിയോ ഒക്കെ ഇരിക്കാൻ പറഞ്ഞാൽ അവൻ ഇരിക്കില്ലല്ലോ. അപ്പൊ സ്ഥിരമായിട്ട് അവനെ ഇതൊരു സ്ക്രീൻ കാണിച്ചിട്ടല്ല ഞാൻ ഫുഡ് കൊടുത്തിരിക്കുന്നത്. പക്ഷെ സ്ക്രീൻ ടൈം ഒക്കെ ഉണ്ട്. പലരും വിചാരിക്കണം അവൻ ടി-വിയെ കാണില്ല, ഫോൺ കാണാറില്ല. ഫോൺ കാണാറില്ല, പക്ഷെ അവൻ ടി-വി കാണാറുണ്ട്, നന്നായിട്ട് ടി-വി കാണാറുണ്ട്. പക്ഷെ ഭക്ഷണത്തിന്റെ സമയത്ത് ഞാനത് എന്റെ ഫാമിലിയിൽ ആരും അങ്ങനെ ഒരു എൻകറേജ് ചെയ്യണതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ എന്റെ ചേച്ചിമാരുടെ കുട്ടികളാണെങ്കിലും കസിൻസിന്റെ കുട്ടികളാണെങ്കിലും ഹസ്ബൻഡിന്റെ വീട്ടിലാണെങ്കിലും ആരും അങ്ങനെ ടി-വി അല്ലെങ്കിൽ ഫോൺ കാണിച്ച് ഭക്ഷണം കൊടുക്കുന്നവര് ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ മേ ബി ദാറ്റ് ഞാനത് കണ്ട് ശീലിച്ചിട്ടില്ല. അപ്പൊ ഒരിക്കലും അതിനെപ്പറ്റി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. പിന്നെ ഞാൻ കൊടുക്കുന്ന ക്വാണ്ടിറ്റിയെ പറ്റി വളരെ ഒട്ടും ബോധേർഡ് അല്ല. അവൻ അറിഞ്ഞു കഴിക്കുന്ന ഭക്ഷണം കഴിച്ചാൽ മതി എന്നുള്ളതാണ് എന്റെ കോൺസെപ്റ്റ്. അപ്പൊ അതുകൊണ്ട് ഇതൊരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോ വൈറലായി എന്ന് പറയുന്നത് അത് വെറുതെ അല്ല. കാരണം ഇത് നമുക്കെല്ലാം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമായതുകൊണ്ടാണ് ഈ വീഡിയോ വൈറലായത്. എങ്ങനെ കുഞ്ഞിരിക്കുന്നു എന്നുള്ളത് ഒന്ന്, രണ്ട് അവൻ അതിൽ എത്രത്തോളം ഇൻവോൾവ് ആണെന്നുള്ളത് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആയമ്മയെ കാണാനക്കരെ ഇക്കരെ ആ വഴി ആരു വന്നു, ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളി ഒത്തുവന്നു, ഓരായിരം കിളി ഒത്തുവന്നു. കുഞ്ഞിനു തീറ്റി കൊടുത്തുകൊണ്ടേ ചിലർ കുട്ടിയോളെ കൂടെ നടത്തിക്കൊണ്ടേ, ചുണ്ടു മുറുക്കിച്ചു വന്നുകൊണ്ടേ ഉടുമുണ്ടു മുട്ടോളവുമേറ്റിക്കൊണ്ടേ, ഉതിർമണിയൊന്നു കുറിച്ചുകൊണ്ടേ കൈകൾ ഊഞ്ഞാലായത്തിൽ വീശിക്കൊണ്ടേ, ഓരോരോ പായാരം തങ്ങളിൽ ചൊല്ലി ഓരായിരം കിളി
ഒത്തുവന്നു. ആ ബാക്കി പറയാനായിട്ട് അത് പറയുന്നുണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് എത്രത്തോളം ഇൻവോൾവ് ആണ് മോൻ അതിലെന്നുള്ളത്. ചന്തു എന്നാണ് വിളിക്കുന്നത്. അപ്പൊ ചന്തുവിനെ ഞങ്ങൾക്കൊക്കെ ഇപ്പൊ ഭയങ്കര പരിചയമാണ് ഇത് കണ്ട്. എങ്ങനെയാണ് ഈ പാട്ടുകൾ സെലക്ട് ചെയ്യുന്നത്? കവിതകൾ സെലക്ട് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന, അവർക്ക് കുറച്ച് മനസ്സിലാകുന്ന അങ്ങനെ വേണമല്ലോ. അപ്പൊ എങ്ങനെയാണ് അത് പറയാം? ശരിക്കും പറഞ്ഞാൽ എന്റെ അച്ഛനാണ് കവിതകളിലേക്കും പാട്ടുകളിലേക്കൊക്കെ അവനെ കൂടുതലും ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വേണമെങ്കിൽ പറയാം. അച്ഛനാണ് ആനക്കൊമ്പൻ അവന് പാടിക്കൊടുക്കാറുള്ളത്. എനിക്ക് ദേശത്തിന്റെ ആനക്കൊമ്പൻ എന്ന് പറഞ്ഞ ആദ്യമായി ഫസ്റ്റ് വൈറലായത് അതായിരുന്നു. അപ്പൊ അത് അച്ഛൻ പാടിക്കൊടുത്തിട്ടാണ് അവന് ഇഷ്ടായത്. പിന്നെ ഞാനത് പഠിച്ച് ഞാൻ പാടി തുടങ്ങി. പിന്നെ ഈ ആവണിപ്പാടം എന്നുള്ളത് എന്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം. ഞാന് 3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ കവിതാലാപനത്തിന് പദ്യപാരായണത്തിന് ചൊല്ലിയ കവിതയാണ് ആവണിപ്പാടം ONV സാറിന്റെ. ആ കവിതയാണ് ഇപ്പൊ നിങ്ങൾ കേട്ടത്. അത് എനിക്കറിയാവുന്ന കവിതകള് ഇതുപോലെ എന്റെയും സ്റ്റോക്കിലുള്ള കവിതകൾ, കുറെ കുട്ടി കവിതകളും പിന്നെ പുസ്തകങ്ങളില് ഇപ്പൊ സിപ്പി പള്ളിപ്പുറത്തിന്റെ ബുക്ക് അല്ലെങ്കിൽ മിന്നാമിന്നിയോ കളിക്കുടുക്ക അതിലൊക്കെ വരുന്ന കുഞ്ഞു കുഞ്ഞു കവിതകള്, അതൊക്കെ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് പാടും. പിന്നെ അവൻ പഠിക്കും, പിന്നെ ഞാൻ പഠിക്കും. അങ്ങനെയൊക്കെയാണ്. ഇതിപ്പം ഈ ആവണിപ്പാടം കേട്ടപ്പോ 3ാം ക്ലാസ്സിൽ എന്നെ പഠിപ്പിച്ച ടീച്ചറായിട്ട് എനിക്ക് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ട്, ബെൻസി ടീച്ചർ. അപ്പൊ ടീച്ചർ എന്റെ അടുത്ത് മെസ്സേജ് അയച്ചു, 3ാം ക്ലാസ്സിൽ പാടിയത് ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോ അന്ന് പഠിച്ചതാണ് ഇതൊക്കെ. മുമ്പേ വായിച്ചതും പഠിച്ചതും ഒക്കെ ആണല്ലോ നമ്മളുടെ മക്കൾക്ക് എന്താ പറയാ അവർക്ക് പകർന്നു കൊടുക്കുക. അപ്പൊ വായിച്ചതും പഠിച്ചതും കാരണമാണ് ഇവനും പാടിക്കൊടുക്കാൻ പറ്റണം. ഇന്ദു ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഇത് കണ്ടിട്ട് ഇത് വൈറലായി കഴിഞ്ഞപ്പോൾ വിളിച്ചവരുടെ ആ ഒരു ഗ്രൂപ്പ് പറയുന്നത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഡോക്ടേഴ്സ് വിളിച്ചു എന്ന് പറഞ്ഞു, അംഗൻവാടി ടീച്ചേഴ്സ് വിളിച്ചു എന്ന് പറഞ്ഞു. ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത ഒരു ആ കമന്റ് അല്ലെങ്കിൽ ഒരു ഫോൺ കോൾ അതെങ്ങനെയായിരുന്നു? ഒരുപാട് പേരുണ്ട്. ഒരു ഡോക്ടർ വിളിച്ചിട്ട് ഡോക്ടർ പറഞ്ഞു, ഡോക്ടർ സ്പീച്ച് തെറാപ്പി ഒക്കെ ചെയ്യുന്ന അങ്ങനത്തെ സ്പീച്ച് പ്രശ്നമുള്ള കുട്ടികൾക്ക് അവർക്കുള്ള എന്താ പറയാ കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്ന ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഡോക്ടർ ഉണ്ട്. ആ ഡോക്ടർ വീഡിയോ കാണിക്കുന്നുണ്ട്. അവരൊരു ക്ലാസ്സിൽ ഈ വീഡിയോ കാണിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അത് വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിട്ട് തോന്നി. പിന്നെ അംഗൻവാടി ടീച്ചർ എന്നും വെയിറ്റ് ചെയ്യാണ് പുതിയ കവിതകൾ കിട്ടാൻ, കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു കമന്റ് കിട്ടിയിരുന്നു. പിന്നെ ഒരാള് ഇൻസ്റ്റഗ്രാമിൽ ഇതിപ്പോ കുറെ പേര് കാണുന്നത്. അപ്പൊ ഇൻസ്റ്റഗ്രാമില് ആള് പുറത്ത് വർക്ക് ചെയ്യുന്ന ആളാണ്, പുറത്തൊരു കൺട്രിയില് വർക്ക് ചെയ്യുന്ന ആളാണ്. ആള് കമന്റ് ഇട്ടത് എന്താ പറയാ, കവിത കേട്ടു, കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. മറ്റേ ആനക്കൊമ്പൻ കേട്ടിട്ട് കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. ബ്രേക്കില് ഭയങ്കര ജോലി തിരക്കുള്ള ആളാണ്. ബ്രേക്കില് കണ്ണടച്ചിരുന്ന് ഇത് കേട്ടു. നാട്ടില് പോയി ആനയെ അമ്പലമുറ്റത്തൊരു ആനയെ കണ്ടു വന്ന ഒരു സുഖം, ആ കുളിർമ മനസ്സില്. എന്നിട്ട് പിന്നെ ഞാൻ കണ്ണ് തുറന്നിരുന്ന് കണ്ടിന്യൂ ചെയ്തു ജോലി എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അങ്ങനത്തെയൊക്കെ വർക്ക്, വളരെയധികം ഹെക്ടിക് വർക്കിന്റെ ഇടയില് ആൾക്കാർക്ക് സമാധാനം കൊടുക്കാൻ, സന്തോഷിപ്പിക്കാൻ പറ്റുക. എന്താണെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് കുറച്ചു പേർക്ക് കുറച്ച് നേരത്തെ ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു ആശ്വാസം കൊടുക്കുക, ഒരു എംപവർമെന്റ് കൊടുക്കുക എന്നൊക്കെ പറയുന്നതാണ് എന്റെ ജീവിതത്തിന്റെ ഒരു എന്താ പറയാ ഉദ്ദേശം എന്ന് എനിക്ക് തോന്നുന്നു. അങ്ങനെ തോന്നുന്നു ഓരോ പ്രാവശ്യം. അപ്പൊ നമുക്കൊരു ഉത്തരവാദിത്തം വന്നല്ലേ അതിന്റെ അർത്ഥം? നമ്മൾ കൂടുതൽ വീഡിയോസ് ഇടേണ്ടി വരും അല്ലെ? അപ്പൊ നമ്മള് അതിനു വേണ്ടി കുറച്ച് എഫേർട്ട് എടുക്കേണ്ടി വരും. അപ്പൊ അതില് അങ്ങനെ ഒരു മാറിയ ഇന്ദുലേഖ എന്താണ്? ഞാന് കഥയും ചെറുകഥകളാണ്. പിന്നെ ഒരു ഇത് കഴിഞ്ഞപ്പോ ചെറുകഥകളൊക്കെയാണല്ലോ നമ്മള് വായിക്കുക. അപ്പൊ ഇപ്പൊ കവിതകള് പഠിക്കണം, കവിതകള് വായിക്കണം. അച്ഛന്റെ കളക്ഷനിൽ നിന്നുള്ള കവിതകളുടെ ബുക്കുകൾ എടുത്തോണ്ട് വന്ന് വായിക്കുക, പഠിക്കുക. ഇപ്പൊ സാരംഗിന് വേണ്ടി മാത്രമല്ലല്ലോ പാടുന്നത്. അല്ല, അതെ, അത് എനിക്കും വൊക്കാബുലറി ഉണ്ടാവാനും എനിക്ക് എഴുതണമല്ലോ. അപ്പൊ അതിനൊക്കെ നമുക്ക് എവിടേക്കോ റീഡിംഗ് ഒക്കെ കുറഞ്ഞു പോയ സമയങ്ങളാണ് ഇതൊക്കെ. അപ്പോ അതിനെയൊക്കെ ഒന്ന് പൊടി തട്ടി എടുക്കാനും ഒക്കെയുള്ള ഒരു എന്താ പറയാ ഒരു ട്രിഗർ ആയിട്ട് എനിക്ക് തോന്നുന്നു. വീണ്ടും വായിക്കാൻ തുടങ്ങി. അപ്പൊ നമുക്ക് ഇത്ര നേരം നമ്മള് സാരംഗിന്റെ അമ്മയെ കുറിച്ചാണല്ലോ സംസാരിച്ചത്. നമുക്കിനി ഇന്ദുലേക്ക് വരാം. ഇന്ദുലേഖ വാര്യർ എന്ന് പറയുന്ന പിന്നണി ഗായിക അല്ലെങ്കിൽ റാപ്പർ ഒക്കെ എവിടെ എത്തി നിൽക്കുന്നു? പുതിയ റാപ്പ് ഭയങ്കര രസമായിട്ടുണ്ട് കേൾക്കാൻ. എന്ത് രസമാണ്, നല്ല വരികൾ.
എന്താണ് അതിനെക്കുറിച്ച് കിട്ടുന്ന അഭിപ്രായം, ഒപ്പം അതിലേക്ക് എത്തിയത്, അതിനെക്കുറിച്ച് പറയൂ, അതിന്റെ വിശേഷങ്ങൾ പറയൂ. ഫ്രീഡം എന്നാണ് റാപ്പിന്റെ പേര്. അതിപ്പോ ഏകദേശം അതിന്റെ ഒരു ബർത്ത്ഡേ ആവാറായി. അത് എഴുതിയത് കഴിഞ്ഞ ഫെബ്രുവരിയിലാണെന്ന് തോന്നുന്നു, ഫെബ്രുവരി മാർച്ചിലാണ്. റെക്കോർഡ് ചെയ്തത് കഴിഞ്ഞ ജൂലൈയിലാണ്. ഷൂട്ട് ചെയ്തത് സെപ്റ്റംബറിലാണ്. ഇറങ്ങിയത് ഇപ്പോഴാണെന്ന്. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്നും ഡേ ടു ഡേ ലൈഫിൽ നേരിടുന്ന ബോഡി ഷേമിങ്ങിനെ പറ്റി എല്ലാവരും സംസാരിക്കുന്നുണ്ട്. നമ്മൾ സംസാരിക്കുന്നതിനെ എങ്ങനെ റാപ്പാക്കി ഒരു പാട്ടാക്കി 4 പേരെ കേൾപ്പിക്കാം എന്നുള്ള ആ ഒരു മനസ്സിൽ ആ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഫ്രീഡം എന്ന് പറഞ്ഞിട്ടുള്ള റാപ്പ് എഴുതിയത്. എന്റെ ചിരി, എന്റെ മേക്കപ്പ്, എന്റെ ബോഡി, എന്റെ ഫ്രീഡം എന്നാണ് അതിന്റെ വരികൾ. അതായത് ഞാനും ചെറുപ്പം മുതലേ ഞാൻ വളരെ സ്ലിം ആയിട്ടുള്ള ഒരാളായിരുന്നു. ഇപ്പോഴും ഭയങ്കര തടി നല്ല ഭയങ്കര എന്ന് വെച്ചാൽ അമ്മയും അച്ഛനും തടിയുണ്ട്, എന്താണ് കുട്ടി ഇങ്ങനെ ഇരിക്കണേ എന്നുള്ളത് ഇങ്ങനെ കേട്ട് 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 എനിക്കിങ്ങനെ കുഞ്ഞ് കരടുപോലെ ഇരിക്കുന്നു എന്നൊക്കെയാണ് ഓരോരുത്തർ പറയുന്നത്. അപ്പൊ അന്ന് മുതൽ നമ്മുടെ മനസ്സിലിങ്ങനെ എന്റെ ബോഡി എന്താ ഇങ്ങനെ, ഞാൻ മാത്രം എന്താ ക്ഷീണിച്ചിരിക്കുന്നത്, അതിങ്ങനെ തലയിലുണ്ട്. പിന്നെ ഒരുപാട് പേര് അതും ഇതും കമന്റ്സ് നമ്മള് വിചാരിക്കുന്ന പോലെയല്ല. ഇന്ദു, ഈ കാര്യം എന്നോട് പറയണ്ട കേട്ടോ, ബാക്കിയുള്ള പ്രേക്ഷകരോട് പറഞ്ഞത്, കാരണം ഞാനിത് അനുഭവിച്ചിട്ടുള്ള ആളാണ്. അതെ, അപ്പൊ അതുകൊണ്ട് അത് എത്രത്തോളം ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാകും. ഒരുപാട് വിളികൾ അതൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അപ്പൊ ഇത് പറയുന്നതിന് മുമ്പ് നമുക്ക് ആ റാപ്പ് ഒന്ന് കണ്ടാലോ? എന്റെ ചിരി, എന്റെ മേക്കപ്പ്, എന്റെ ബോഡി, എന്റെ വാക്ക്, എന്റെ നോക്ക്, എന്റെ രീതി, എന്റെ ചിരി, എന്റെ മേക്കപ്പ്, എന്റെ ബോഡി, എന്റെ സ്റ്റൈൽ, എന്റെ ചിരി, എന്റെ മേക്കപ്പ്, എന്റെ ബോഡി, എന്റെ ഫ്രീഡം. നാട്ടിൽ നടക്കുന്ന കഥയാണ് കഷ്ടം, എന്നെ കൂട്ടിലാക്കാൻ നോക്കിയൊരു കഥകളും കഷ്ടം. എന്നെ പോലുള്ള ഒരു കൂട്ടത്തിനെ കൂട്ടാൻ എനിക്കിഷ്ടം, എന്റെ കൂടെ നിൽക്കാൻ പറ്റുന്ന ഒരു കൂട്ടാൻ എനിക്കിഷ്ടം. എന്റെ ഹൈറ്റും എന്റെ ഹീൽസും എന്റെ ഇഷ്ടം, എന്റെ നടത്തം നേരാക്കാൻ ആൾക്കൂട്ടം. എന്നെ പാട്ടിലാക്കാൻ നോക്കി പിന്നെ കൂട്ടിലാക്കാൻ നോക്കി അവർ പാടുപെടുന്നതും ഒരു രസം. എന്റെ ചിരി, എന്റെ മേക്കപ്പ്, എന്റെ ബോഡി, എന്റെ വാക്ക്, എന്റെ നോക്ക്, എന്റെ രീതി, എന്റെ ചിരി, എന്റെ മേക്കപ്പ്, എന്റെ ബോഡി, എന്റെ സ്റ്റൈൽ, എന്റെ ചിരി, എന്റെ മേക്കപ്പ്, എന്റെ ബോഡി, എന്റെ ഫ്രീഡം. റോഡിൽ നടക്കാനെന്നിറങ്ങിയ കുറ്റം, എന്റെ മേക്കപ്പിന് കുറ്റം, എന്റെ ആറ്റിറ്റ്യൂഡ് കുറ്റം, ഉടുത്തൊരുങ്ങിയ എന്റെ ബോഡി ഷേപ്പിനായി കുറ്റം, വായ തുറന്നാലും അടച്ചാലും കുറ്റം കുറ്റം കുറ്റം. ഹേയ്, ഇതെന്താ എനിക്ക് മാത്രമേ ഉള്ളൂ കുറ്റം? അയ്യേ, നീ ഇതിട്ടിട്ടാണോ പുറത്തു പോണേ? ഇന്ദു, അടിപൊളി. ഇത് ശരിക്കും ഇതിലേക്ക് ഇതിന്റെ വിശദാംശങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഒരു കാര്യം പറയട്ടെ. ഇത് ഗംഭീര വിഷ്വലൈസേഷൻ, ക്യാമറ, നല്ല മിക്സിങ്, എല്ലാം ഒന്നിനൊന്നിന് എടുത്തു പറയേണ്ടതാണ്. നമുക്ക് മലയാളം ആണോ എന്ന് ഒന്നുകൂടി കേൾക്കേണ്ട ആ രീതിയിലാണ് റാപ്പ് പോകുന്നത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ കൂടെ ഉണ്ടായിരുന്നവരെ കുറിച്ച് കൂടി പറയണം. എങ്കിലും നമുക്ക് ആദ്യം എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അത് പറഞ്ഞോളൂ. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. കൊച്ചിയിൽ തന്നെയുള്ള പിക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫ്ലോറിലാണ് ഇതിന്റെ ഷൂട്ട് നടന്നിരുന്നത്. അപ്പൊ എന്റെ തന്നെ ഒരു സജഷൻ ആയിരുന്നു, എനിക്ക് ഇത്തിരി കളർഫുൾ ആയിട്ടൊരു വർക്ക് ചെയ്യണം എന്നായിരുന്നു. കാരണം ഡൾ ആയിട്ടുള്ള തീമിലേക്ക് പോണ്ട, എന്റെ മേക്കപ്പും എന്റെ ബോഡിയും എന്റെ ഹെയർ സ്റ്റൈൽ എല്ലാം പറയുമ്പോൾ കുറച്ച് കളർഫുൾ ആയിക്കോട്ടെ എന്നുള്ളത് എന്റെ ഒരു കോൺസെപ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെയാണ് പീക്കോ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റുഡിയോ ഫ്ലോർ സെലക്ട് ചെയ്തത്. അങ്ങനെ ഇത്രയും കളർഫുൾ ആയിട്ടുള്ള കുറെ ബാക്ക്ഗ്രൗണ്ട്സ് അതിൽ നിങ്ങൾക്ക് കാണാം. അവിടെ ഒരുപാട് ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ പിക്കോയിലാണ് അത് ഷൂട്ട് ചെയ്തത്. അതിന്റെ മ്യൂസിക് സൈഡ് പറയുകയാണെങ്കിൽ ജെഫിൻ ജസ്റ്റിൻ ആണ് അതിന്റെ ബീറ്റ്സ് ചെയ്തിരിക്കുന്നത്. പിന്നെ വീഡിയോ പാർട്ട് പറയുകയാണെങ്കിൽ മൃദുൽ മധു എന്ന് പറഞ്ഞ, മൃദുല് സ്റ്റുഡന്റ് ആണ്, വിസ്കോം പഠിക്കുന്ന, SRM പഠിക്കുന്ന സ്റ്റുഡന്റ് ആണ്. അപ്പൊ മൃദുലാണ് അതിന്റെ എഡിറ്റിങ്ങും ഡിറക്ഷനും ചെയ്തിരിക്കുന്നത്. ക്യാമറ ചെയ്തിരിക്കുന്നത് നവീൻ നജോസ് എന്ന് പറഞ്ഞിട്ടുള്ള ക്യാമറാമാൻ ആണ്. അദ്ദേഹം ഇപ്പോ ജയരാജ് സാറിന്റെ ഒരു പുതിയ മൂവിയില് സിനിമാറ്റോഗ്രാഫർ ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതൊക്കെ. പിന്നെ അതിന്റെ അനിമേഷൻ ചെയ്തിരിക്കുന്ന അന്ന റാഫി എന്ന് പറഞ്ഞ കുട്ടിയാണ്. ആ കുട്ടി ഇപ്പം മഞ്ഞുമൽ ബോയ്സ് എന്ന് പറഞ്ഞ മൂവിയുടെ ലിറിക് വീഡിയോ ചെയ്തിരിക്കുന്നു. തായ്മനം ലിറിക് വീഡിയോ ചെയ്തിരിക്കുന്ന അന്നയാണ്. അപ്പം ഒരുപാട് പേര് വർക്ക് ചെയ്ത് എല്ലാവരും എന്താ പറയാ, എന്റെ ഒരു വളരെ ക്ലോസ് ആയിട്ടുള്ള ഒരു സർക്കിൾ ആണ് ഇത്. എന്നെയും എല്ലാവരെയും വളരെ ഈക്വൽ ആയിട്ട് കാണുന്ന കുറച്ചു പേരെയാണ് ഞാൻ ഇതിന് കൂടെ കൂട്ടിയിരിക്കുന്നത്. എന്റെ കൂടെ കൂട്ടാൻ ഇഷ്ടം എന്ന് പറഞ്ഞ പോലെ ഇൻഫീരിയർ ആയിട്ടോ അല്ലെങ്കിൽ സുപ്പീരിയർ ആയിട്ടോ ഒരു ആർട്ടിസ്റ്റ് മറ്റൊരു ആർട്ടിസ്റ്റിനെ
കാണരുത് എന്നുള്ള ഒരു പക്ഷക്കാരിയാണ് ഞാൻ അത് ഒരുപാട് അനുഭവിച്ചിട്ടുമുണ്ട്. കാരണം നമ്മൾ ചെയ്യുന്ന സാധനം പുറത്ത് വലിയ ആർട്ടിസ്റ്റ് അംഗീകരിക്കുമ്പം ചെറിയ ബഡ്ഡിങ് ആയിട്ട് വരുന്ന പലരും നമ്മളെ ഇങ്ങനെ തള്ളി പറയുക, നമ്മൾ ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ഇതിന്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതൊന്നും ഇല്ലാത്ത വളരെ ഹമ്പിൾ ആയിട്ടുള്ള കൈൻഡ് ആയിട്ടുള്ള കുറച്ച് ആളുകളാണ് എന്റെ കൂടെ ഈ പാട്ടില് കൂടെ ഉണ്ടായിരുന്നത്. അപ്പൊ എനിക്ക് വളരെ പ്രൗഡ്ലി പറയാം, വളരെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു കൂട്ടം ആളുകളെയാണ് എനിക്ക് ഇതിൽ കൂടെ കൂട്ടാൻ പറ്റിയിരുന്നത്. അപ്പോ എന്തുകൊണ്ടും ഇതിന്റെ വ്യൂസോ ഇതിന്റെ റീച്ചോ ഒന്നും എനിക്ക് ഇനി വിഷയമല്ല. കാരണം ഞാൻ എന്റെ ബെസ്റ്റ് ആൾക്കാരുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി, ഔട്ട് ഇറക്കാൻ പറ്റി എന്നുള്ളതാണ് എന്റെ ഒരു ഡ്രീം പ്രോജക്റ്റ് ആണ്. ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണെന്നുള്ളത് വാക്കുകളിൽ നിന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട്. അതെ, വരികൾ എഴുതിയതിനെ കുറിച്ച് പറയൂ. റാപ്പ് വരികൾ എഴുതിയത് ഞാന് സത്യം പറഞ്ഞ കുറച്ച് ലൈറ്റ് ആയിട്ട് എഴുതിയ വരികളാണ്. എന്റെ പെൺ റാപ്പും കൊയ്മുഖങ്ങളും ആ റാപ്പ് പോലെ ഒന്നല്ല ഇത്. അതില് ഞാൻ കുറച്ചും കൂടെയൊക്കെ വൊക്കാബൊക്കെ ഇട്ട് അങ്ങനെയാണ് എന്റെ ശൈലി ശരിക്കും പറഞ്ഞ. പക്ഷെ ഞാൻ കുറച്ച് സിമ്പിൾ ആക്കി, ലൈറ്റ് ആക്കി, മനഃപൂർവ്വം അങ്ങനെ ലൈറ്റ് ആക്കി എഴുതിയ ഒരു റാപ്പാണ്. എല്ലാവരും ഒരുമിച്ച് പാടണം, എല്ലാവർക്കും ഫസ്റ്റ് കേൾക്കുമ്പോ തന്നെ ആ ഒരു വിഷയം എന്താണെന്ന് മനസ്സിലാവണം എന്ന് അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കിക്കൊണ്ട് ഞാൻ എഴുതിയതാണ്. ഐ ഹോപ്പ് കേട്ടവർക്കൊക്കെ അത് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വന്ന അഭിപ്രായങ്ങളൊക്കെ വളരെ ജെന്യൂൻ ആയിട്ടുള്ളതായിരുന്നു. അത് കാരണം ഞാൻ ഹാപ്പിയാണ് ഈ പ്രോജക്റ്റ്. ഇഞ്ചു നേരത്തെ ഒന്ന് പറഞ്ഞത് ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചു പോവാണ്. നേരത്തെ പറഞ്ഞു ഒരുപാട് വിമർശനങ്ങൾ പലരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു തുടക്കത്തിൽ. അതുകൊണ്ട് തന്നെ ഫ്രഷേഴ്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഈഗോ ഒന്നും ഇല്ലാത്ത കുറച്ച് സ്വന്തം ആളുകളെ കൂട്ടിയാണ് ഇത് ചെയ്തത്. അതിന്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറഞ്ഞല്ലോ, അത് ഞാൻ പോവാണ്. അപ്പോൾ ഇങ്ങനെ വളർന്നു വരുന്ന അല്ലെങ്കിൽ ബഡ്ഡിങ് ആയിട്ടുള്ള ആളുകൾക്ക് അത്തരത്തിലുള്ള വെല്ലുവിളികൾ ഇപ്പോഴും ഉണ്ടോ ആ മേഖലയിൽ? യെസ്, ഓഫ് കോഴ്സ്. ഞാനൊരു എന്താ പറയാ, ഞാൻ പല തരത്തിലുള്ള, ഞാൻ പറയുകയാണെങ്കിൽ എന്റെ പേര് ചർച്ചയായിരുന്നു. എന്റെ ഇന്ദുലേഖ വാര്യർ എന്നുള്ള പേരിന് ചർച്ചയായിരുന്നു കുറെ കാലം. അത് ആദ്യം പറഞ്ഞു. പിന്നെ എന്റെ വരികള് ഓവർ ഇതാണ്, പൊയറ്റിക് ആണ് എന്ന് പറഞ്ഞു കുറെ നടന്നു. അങ്ങനെ പല തരത്തിലുള്ള, മേ ബി ഞാനൊരു ഫീമെയിൽ ആയതുകൊണ്ട് ഇവളെന്ത് പാടുന്നു, ഇവളെന്താണ്, ഒരുപാട് തെറികള്, ഇതൊക്കെ എന്റെ 1 മില്യൺ അടിച്ചിട്ടുള്ള റാപ്പിന് വരെ അടിയിൽ ഇങ്ങനെയൊക്കെ കമന്റ്സ് ഉണ്ട്. അപ്പം പിന്നെ ആർട്ടിസ്റ്റ് ആയിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോ തന്നെ പലരുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോ നമ്മളെ വളരെ വിലയില്ലാണ്ട് സംസാരിക്കുന്ന കുറെ പേരുണ്ടായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ എന്താ പറയാ, എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഞാൻ ഈ പണി നിർത്തി പോവാന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നു. എനിക്ക് പറ്റിയതല്ല ഇത്. എന്ത് ചെയ്ത് പറയുമ്പോ ഒരു തരത്തിലുള്ള സപ്പോർട്ട് ഇല്ലാണ്ടാവുമ്പോ നമ്മൾ വിചാരിക്കുമല്ലോ, ഓക്കെ ഞാൻ ചെയ്യുന്നൊന്നും ശരിയല്ല എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഏറ്റവും താങ്ക്സ് പറയാനുള്ളത് എന്റെ ഹസ്ബൻഡിനോടാണ്, ആനന്ദിനോടാണ്. ആനന്ദാണ് എന്റെ സോഴ്സ് ഓഫ് മോട്ടിവേഷൻ. ആനന്ദ് എപ്പോഴും പറയും, നീ എന്തിനാണ് അവര് പറഞ്ഞേക്കണേ, നിന്നെ പുറത്തുള്ളവരെ അംഗീകരിക്കുന്നു, നിനക്കുള്ള ഓഡിയൻസ് വേറെ ഉണ്ട്, വലിയ ആർട്ടിസ്റ്റ് നിന്നെ വിളിക്കുന്നു, അവര് പുറത്തു പോയി റാപ്പ് കേട്ട് വന്നവരാണ്, അങ്ങനെയുള്ളവർ നിന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് നീ കമന്റ്സിനും ഇതിനൊക്കെ വഴങ്ങി കൊടുക്കുന്നത്? യു ഡു യുവർ തിങ്. എന്താണെന്ന് വെച്ചാ വരട്ടെ, നീ നിന്റെ നിലയിൽ നിന്നിട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ട് ആനന്ദാണ് എന്നെ തിരിച്ചിങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. കുറെ ഗ്യാപ്പ് ഉണ്ട് ഈ പെൺ റാപ്പിന് ഇതിനൊക്കെ ഇടയിൽ. അപ്പം അത് ഞാൻ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് തരത്തില് വെറുതെ വന്ന് കമന്റ് ചെയ്യുന്നവരും വെറുതെ മെസ്സേജ് അയച്ച റിപ്ലൈ ചെയ്യാത്തവരും അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതിൽ നിന്നൊക്കെ ഫിൽട്ടർ ചെയ്ത് നല്ലൊരു കൂട്ടം ആളുകളെ എനിക്കിതില് കൊണ്ടുവരാൻ പറ്റി. എനിക്കിനിയും അവരെ തന്നെ വേണം എന്റെ കൂടെ, അങ്ങനെയുള്ളവരെ വേണം കൂടെ. ഉറപ്പായിട്ടും നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്ന പാട്ടുകൾ കാത്ത് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ആ നെഗറ്റീവുകളെയൊക്കെ മറികടന്ന് ഇപ്പൊ വന്നില്ലേ മുമ്പോട്ട്, അത് ആരുടെ പിന്തുണയോടെ ആണെങ്കിലും നമുക്ക് സ്വന്തമായിട്ട് ഇതില്ലെങ്കിൽ വരാൻ പറ്റില്ല. അപ്പൊ അത് വന്നു എന്നുള്ളിടത്താണ് ഞങ്ങൾക്ക് പാട്ട് കേൾക്കണം. ആ പാട്ട് ഒന്ന് തയ്യാറാക്കിക്കോളൂ. അപ്പോഴേക്കും ഞാനൊരു ചെറിയ ബ്രേക്ക് എടുത്ത് മടങ്ങി വരാം. ഓക്കെ, താങ്ക് യു. അപ്പൊ ഇന്ദുലേഖ വാര്യരാണ് നമുക്കൊപ്പം അതിഥിയായിട്ട് തുടരുന്നത്. ഇന്ദുലേഖ, സാരംഗ് സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലെ? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പൊ ഇപ്പം ഒരാളുടെ എന്താണ്, ഞങ്ങളുടെ എല്ലാവരുടെയും കൂടി ഒരു കുഞ്ഞാണ്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നോന്നൊക്കെ. എങ്ങനെയുണ്ട് ആള്? എങ്ങനെയാ, നന്നായിട്ട് പോകുന്നുണ്ടല്ലോ അല്ലേ?
കുഴപ്പമില്ല, കുറച്ച് ചെറിയ വാശികളൊക്കെ ഉണ്ട് തുടങ്ങുന്നത്. ഓക്കെ. പിന്നെ പിന്നെ ഞങ്ങൾക്ക് അറിയേണ്ട അച്ഛനെ കുറിച്ചാണ്. അപ്പൊ അച്ഛനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് നമുക്കൊരു പാട്ട് പാടാം, പാട്ട് കേൾക്കാം. ഓക്കെ, ഏത് പാട്ടാ പാടണ്ടേ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കോളൂ. അയ്യോ, അതാണ് ഏറ്റവും ട്രിക്കി ക്വസ്റ്റ്യൻ. ഇപ്പോഴത്തെ ഒരു പാട്ട് പാടാം. ശരി. ഇത് പാട്ടാ. കൺമണി എഴുതും കടികൾ പൊന്മണി സൗഖ്യമാനിക്ക സൗഖ്യമേ உன்னை எண்ணி பார்க்கையில் கவிதை கொட்டுது, அதை எழுத நினைக்கையில் வார்த்தை முட்டுது. ஓஹோ கண்மணி அன்போடு கடிது பொன்மணி உன் வீட்டில் சௌக்கியமா நான் இங்க சௌக்கியமே. നമ്മളിനി പാരന്റിങ്ങിനെ കുറിച്ച് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. അതുകൊണ്ട് ഇന്ദുവിനെ ഇതുപോലെ വളർത്തി ഞങ്ങൾക്കൊരു പിന്നണി ഗായികയായിട്ടൊക്കെ തന്ന അച്ഛനും അമ്മയും അവരെ കുറിച്ച് പറയൂ. ഇപ്പോൾ ഒരു പാരന്റായി മാറിയപ്പോൾ അവരുടെ അഭിപ്രായം എങ്ങനെയാണ്? ഇതുപോലെയുള്ള വീഡിയോസിന്റെ കമന്റ്സ് ഒക്കെ വരുന്നു, വീഡിയോ വൈറലാകുന്നു. അച്ഛനും അമ്മയൊക്കെ എന്ത് പറഞ്ഞു? വെരി ഹാപ്പി, വളരെ വളരെ ഹാപ്പിയാണ്. അച്ഛൻ എന്നെ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിപ്പിച്ചത്. അപ്പൊ അച്ഛൻ എന്നും പ്രൗഡാണ്, ഞാൻ മലയാളം മീഡിയം സ്കൂളിൽ പഠിച്ചു, മലയാളം നന്നായി സംസാരിക്കുന്നു എന്നൊക്കെയുള്ളത് അച്ഛൻ വളരെ പ്രൗഡായിട്ട് കരുതുന്ന ഒരു കാര്യമാണ്. അപ്പൊ കവിതകളൊക്കെ വീണ്ടും കവിതയുടെ അച്ഛന്റെ കളക്ഷൻ ലൈബ്രറിയിൽ നിന്ന് കവിതയൊക്കെ ഞാനെടുത്ത് വായിക്കാന്ന് പറയുമ്പോ അച്ഛന് ചിലപ്പോ തോന്നിയിട്ടുണ്ടാവും, ഈശ്വര ഇത്രയും കാലം ഞാൻ പറഞ്ഞിട്ടും ഇവളിപ്പോഴാണല്ലോ ഇവിടെയൊക്കെ വന്ന് ബുക്കൊക്കെ എടുക്കണേ എന്നൊക്കെ അച്ഛന് തോന്നുന്നുണ്ടാവും. അച്ഛനൊന്നും പറയുന്നില്ല. പക്ഷെ അമ്മയും ഈക്വലി, എനിക്ക് അമ്മയുടെ കാര്യം പറയാണ്ടിരിക്കാൻ പറ്റില്ല. കാരണം അമ്മയാണ് എന്നെ കർണാട്ടിക് മ്യൂസിക് പഠിക്കാൻ അയച്ചതും. പിന്നെ അമ്മയുടെയും പ്രൊനൗൺസിയേഷൻ ഒക്കെ വളരെ നല്ലതാ. അമ്മ പക്ഷി എന്നല്ല, പക്ഷി എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെയാണ് എന്നെ പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ അമ്മയുടെയും പ്രൊനൗൺസിയേഷനിലൊന്നും അമ്മയ്ക്ക് ഒരു വിട്ടുവീഴ്ചയില്ല. അമ്മയുടെ അച്ഛൻ മാഷായിരുന്നു. അപ്പൊ അമ്മച്ചൻ എന്നാണ് ഞാൻ വിളിക്കുക. അപ്പൊ അമ്മച്ചൻ ഇപ്പൊ ഇല്ല ആള്. അമ്മച്ചനും മലയാളത്തിനോടും ഇംഗ്ലീഷിനോടും ഒരുപോലെ കമ്പായിരുന്നു. പക്ഷെ മലയാളം പറയുമ്പോൾ മലയാളം വളരെ അക്ഷരസ്ഫുടതയോടെ പറയണം എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുള്ള ആളാണ്. അപ്പൊ അവരുടെ ഒരു എന്താ പറയാ, ആ ഒരു ജീൻസ് ഉണ്ടാവും തോന്നുന്നു എനിക്ക്. അമ്മച്ചന്റെയും അമ്മയുടെയും അച്ഛന്റെയും ഒക്കെ മലയാളത്തിനോടുള്ള അവരുടെ ഒരു അഭിനിവേശം ഉണ്ടല്ലോ. അപ്പം അതെനിക്കും കിട്ടിയിട്ടുണ്ട്. എനിക്ക് മലയാളത്തിനോട് വളരെ ഒരു ആത്മബന്ധമുണ്ട്. വളരെ ക്ലോസ് ടു ഹാർട്ടാണ്. അപ്പൊ എന്റെ ഏറ്റവും കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു ലാംഗ്വേജ് മലയാളം തന്നെയാണ്. ഈ മലയാളം ഒരുപാട് ഇഷ്ടപ്പെടുന്നവരെ മിക്ക ആളുകളും അല്ല പലരും ഈ റാപ്പിനെ ഒക്കെ വിമർശിച്ച് കേട്ടിട്ടുണ്ട്. അച്ഛൻ എന്താണ് റാപ്പ് കേട്ടിട്ട് പറഞ്ഞത്? അച്ഛൻ ഇപ്രാവശ്യത്തെ റാപ്പ് കേട്ടിട്ട് പറഞ്ഞു, ഇതിലെ ഒരു വരി എന്നെ ഉദ്ദേശിച്ചല്ലേ നീ ഇതിട്ടിട്ടാണോ പുറത്തു പോണേന്നുള്ള വരി എന്നെ ഉദ്ദേശിച്ചിട്ടല്ലേ നീ എഴുതിയത്. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെയും ഞാനിങ്ങനെ കോമൺ ആയിട്ട് എഴുതിയിരുന്നു. പക്ഷെ അച്ഛനങ്ങനെ റാപ്പ് ഞാൻ എഴുതൊന്നുമില്ലായിരുന്നു. വായിക്കും, മലയാളമൊക്കെ പറയുന്നുണ്ടെങ്കിലും എഴുതാൻ തുടങ്ങിയത് ഫസ്റ്റ് റാപ്പ് എഴുതിയ അതിനുശേഷമാണ്. അതിലച്ഛൻ വളരെയധികം സന്തോഷിക്കുന്നു. ആ ഫസ്റ്റ് റാപ്പ് വളരെ പെൻ റാപ്പ് ഭയങ്കര നന്നായി എഴുതി എന്നുള്ള അത് ഇടയ്ക്ക് ഇപ്പൊ പാടാനൊക്കെ പറയാം. ആദ്യമൊന്നും പറഞ്ഞിരുന്നില്ല. ഇപ്പം വിമൻസ് ഡേയുടെ ഒരു പ്രോഗ്രാമിന് ഇപ്പൊ നീ റാപ്പ് ചെയ്യ്, പെൻ റാപ്പ് ചെയ്തോ എന്നൊക്കെ പറയും. അപ്പൊ ഇഷ്ടമാണെന്ന് തോന്നും. ശരി, എന്തായാലും നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. വലിയ നന്ദി പറയുന്നു ഞങ്ങൾക്കൊപ്പം ഇത്രയും നേരം ചെലവിട്ടതിനൊപ്പം. എല്ലാ ആശംസകളും എല്ലാ മേഖലയിലേക്കും. പിന്നണി ഗാനരംഗത്തെ പുതിയ പ്രോജക്റ്റിനെ കുറിച്ചുകൂടി ഒന്ന് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഞാനിപ്പോ ലേറ്റസ്റ്റ് പാടിയ 2 പാട്ടുകള് സലാർ മലയാളത്തിലെ സൂര്യാംഗം എന്ന് പറഞ്ഞൊരു പാട്ട് പാടിയിരുന്നു. പിന്നെ നാൻസി റാണി എന്ന് പറഞ്ഞിട്ടൊരു മൂവിയില് ഒരു റാപ്പ് കൈൻഡ് ഓഫ് ഒരു പാട്ട് തന്നെയാണ്. അതും ഓഡിയോ റിലീസായിരുന്നു. ഇനി ലുക്കിംഗ് ഫോർവേഡ് ടു ഈ ഒരു പാട്ടായിരുന്നു എന്റെ പിന്നെയുള്ള ഫ്രീഡം ആണ് അടുത്തുണ്ടായിരുന്നത്. ഫിലിമിന്റെ കാര്യം എനിക്ക് അറിഞ്ഞൂടാ, അത് കാരണം ഒന്നും പറയുന്നില്ല. ഇനി അടുത്ത എന്റെ ഓൺ പ്രോജക്ട്സിലേക്ക് കടക്കുന്നു. ആ ഒരു ഫേസ് ഞാൻ ഇച്ചിരി ഒന്ന് റിലാക്സ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു ഫേസ് ആണ് ഇപ്പൊ. തീർച്ചയായിട്ടും ഞങ്ങൾ കാത്തിരിക്കുന്നു താങ്കളുടെ ഭാഗത്തുനിന്ന് വരുന്ന പുതിയ ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്തിനും ഞങ്ങൾ കാത്തിരിക്കുകയാണ്.
എല്ലാവിധ ആശംസകളും അതിഥിയായി എത്തിയതിന് നന്ദി. ലേഡീസ് ബാൻഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. മറ്റൊരു അതിഥിയുമായി വീണ്ടും കാണാം. നമസ്കാരം.